പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖല്ലേ? ശരി, നമുക്കിന്നൊരു പുതിയ വീഡിയോ, പുതിയൊരു ക്ലാസ് തുടങ്ങാം അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടാൻജൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള, തൊടുവരകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത് അല്ലേ? ടാൻജൻസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെ, സർക്കിൾസ് ആൻഡ് കോഡ്സ്, വൃത്തങ്ങളും ഞാണുകളും, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ടാൻജൻസ്, തൊടുവരകൾ. നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ തൊടുവര എന്താണെന്നുള്ളതും തൊടുവരയും ആരവും തമ്മിലുള്ള ബന്ധവും അതുപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് കൺസ്ട്രക്ഷൻസ്, നിർമ്മാണങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞു അല്ലെ? ഇന്നും അതേപോലെ തന്നെ തൊടുവരയുമായി ബന്ധപ്പെട്ട കുറച്ച് ആശയങ്ങളും അതിൻ്റെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ വൈറ്റ് ബോർഡിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിലല്ല, അതിന് പകരമായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലാണ് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. കാരണം ചിത്രങ്ങളെല്ലാം ഒരു അനിമേഷനോട് കൂടിയിട്ട് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ വ്യക്തത വരിക. അതുകൊണ്ട് മാത്രമാണ്, മറ്റൊന്നുമല്ല, വരച്ച് കാണിക്കുന്നതിനെക്കാട്ടിലും ഒക്കെ. അപ്പൊ എന്നാൽ നമുക്ക് അതിലേക്ക് പോവാം അല്ലേ? സ്ട്രൈറ്റ് അവേ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, എന്നാ ശരി, നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയാണ് ടാൻജന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, തൊടുവരകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ പോരാ, കൺസ്ട്രക്ഷൻ, നിർമ്മിതി വിശദീകരിക്കാൻ പോകുന്നത്. ഇതിന്റെ മുന്നേ ഉള്ള ആശയങ്ങളിലൂടെ നമുക്ക് വ്യക്തമായതാണ്, ഒരു ത്രികോണത്തിന്റെ, ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെ ബൈസെക്ടേഴ്സ്, സമഭാജികൾ ഒരു ബിന്ദുവിൽ, ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ആ പോയിന്റ് എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ ഇൻസർക്കിളിന്റെ അഥവാ അന്തർവൃത്തത്തിന്റെ കേന്ദ്രമാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ആശയം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ട്രയാങ്കിളിന്റെ ഇൻസർക്കിൾ, അന്തർവൃത്തം വരയ്ക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ മുന്നിൽ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാം കേട്ടോ. ഏത് അളവിലുള്ള ട്രയാങ്കിൾ നിങ്ങൾക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ആ ട്രയാങ്കിളിന്റെ 3 ആംഗിളുകളുടെയും ബൈസെക്ടേഴ്സ് വരയ്ക്കേണ്ടതുണ്ട്. അതിന് ഞാനിതാ കോമ്പസ് എടുത്തിട്ടുണ്ട്. ആ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ ആംഗിളിന്റെ ഒരു ബൈസെക്ടർ ഞാൻ നിർമ്മിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ആംഗിൾ ബൈസെക്ടർ, കോണിന്റെ സമഭാജി വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ? ആ കോമ്പസ് ആ കോണിന്റെ ഒരു ശീർഷത്തിൽ വെച്ചുകൊണ്ട്, ഒരു വെർട്ടെക്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരേ അളവിൽ ആ 2 വശങ്ങളിലേക്കും 2 ആർക്കുകള്, 2 ചാപങ്ങൾ വരച്ചു. ആ ആർക്കുകൾ വശങ്ങളിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ വീണ്ടും എൻ്റെ കോമ്പസ് വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും അതാ 2 ആർക്കുകൾ ആ ട്രയാങ്കിളിന്റെ ഉള്ളിൽ, ആ ത്രികോണത്തിന്റെ ഉള്ളിലായിട്ട് നിർമ്മിക്കാൻ പോകുന്നു അല്ലെ? 2 ആർക്കുകൾ കൂട്ടിമുട്ടുന്ന രീതിയിൽ 2 ചാപങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? നേരത്തെ ഉള്ള ആ കോണിന്റെ ആ ശീർഷവും അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ 2 ആർക്കുകൾ, 2 ചാപങ്ങൾ കൂട്ടിമുട്ടിയ ബിന്ദുവും തമ്മിൽ ഒന്ന് സ്കെയിൽ വെച്ചുകൊണ്ടെന്ന് നീട്ടി ആ സമഭാജി അല്ലെ, ആ ആംഗിൾ ബൈസെക്ടർ നമുക്ക് മുഴുവനാക്കാം. ഇതേ പ്രക്രിയ അടുത്ത വെർട്ടെക്സിൽ, അടുത്ത ശീർഷത്തില് എന്റെ കോമ്പസ് വെച്ചുകൊണ്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്കത് കാണാവുന്നതേ ഉള്ളൂ. കോമ്പസ് വെച്ചിട്ടുണ്ട്. ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു നിശ്ചിത അളവിൽ ഞാൻ ആ 2 വശങ്ങളിലേക്കും ഓരോ ചാപങ്ങള് നിർമ്മിച്ചിരിക്കുന്നു, വരച്ചിരിക്കുന്നു. ഇനി ആ ചാപങ്ങൾ കൂട്ടിമുട്ടിയ പോയിന്റിൽ, ആ 2 വശങ്ങളിലും കൂട്ടിമുട്ടിയിട്ടുള്ള പോയിന്റിൽ, ഇന്റർസെക്ട് ചെയ്ത പോയിന്റിൽ ഞാൻ എന്റെ കോമ്പസ് വീണ്ടും വെച്ചുകൊണ്ട് മറ്റൊരളവ് എടുത്തുകൊണ്ട്, ഒരു നിശ്ചിത അളവ് എടുത്തുകൊണ്ട് ഞാനിതാ 2 ചാപങ്ങൾ വീണ്ടും ആ ത്രികോണത്തിന്റെ അന്തർഭാഗത്തായിട്ട്, ഉൾഭാഗത്തായിട്ട് വരത്തക്ക മട്ടിൽ ഞാൻ വരയ്ക്കുകയാണ്. അങ്ങനെ ഞാനതാ 2 വരച്ചിരിക്കുന്നു. റെഡിയല്ലേ? ഇനി ഈ 2 ചാപങ്ങളും കൂട്ടിമുട്ടിയിരിക്കുന്ന ആ ബിന്ദുവിൽ നിന്ന് ത്രികോണത്തിന്റെ ആ വെർട്ടെക്സിലേക്ക്, ആ ശീർഷത്തിലേക്ക് ഞാനിതാ മറ്റൊരു വര വരച്ചിരിക്കുന്നു. ഈ വര ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ കോണിന്റെ, ആംഗിളിന്റെ എന്താണ്? ബൈസെക്ടറാണ്. ഇവ 2 കൂടി കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടില്ലേ? അതാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ, അഥവാ നമ്മൾ അതിനെ ഇൻ സെന്റർ എന്നൊക്കെ പേര് വിളിക്കും. അപ്പൊ സുഹൃത്തുക്കൾ ചോദിക്കും, 3ാമത്തെ ബൈസെക്ടർ വരയ്ക്കണ്ടേ? വേണ്ട, 3ാമത്തെ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെച്ചാലും എന്ത് തന്നെയാണ്? ഈ ഒരു വശത്തിൽ തന്നെയാണ് കൂട്ടിമുട്ടുക, അല്ലെങ്കിൽ ഈ ഒരു ബിന്ദുവിൽ തന്നെയാണ്, ഇൻ സെന്റർ തന്നെയാണ് കൂട്ടിമുട്ടുക എന്ന് നമുക്കറിയാം അല്ലെ? ശരി, ഇനി എനിക്ക് വേണ്ടത് ആ ഇൻ സെന്ററിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിലേക്കുള്ള ഒരു
പെർപെൻഡിക്കുലർ ആണ് എനിക്ക് കിട്ടേണ്ടത്. അത് ഞാനിവിടെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഇൻസെന്ററിൽ കോമ്പസ് വെച്ച് ഒരളവില് ഞാൻ ആ വശത്തിലേക്കുള്ള 2 ആർക്കുകൾ വരച്ചിട്ടുണ്ട്. ആ 2 ആർക്കുകളും ആ വശത്തിൽ കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്ന് ഒരേ അകലത്തിൽ തന്നെ ആ ട്രയാങ്കിളിന്റെ പുറത്തൊരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് 2 ആർക്കുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ട്. ഇനി അവ രണ്ടും തമ്മിൽ യോജിപ്പിച്ചാലെങ്കിൽ കിട്ടുന്ന നീളം എന്ന് പറയുന്നത് ആ മുകളിലുള്ള ആ വശത്തിന്റെ പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അപ്പൊ അവിടെ ഒരു എം എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ആ ഇൻ സെന്ററിൽ നിന്ന് എം വരേക്കുള്ള നീളം എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻ സർക്കിളിന്റെ അന്തർവൃത്തത്തിന്റെ ആരം. ഇതേ പ്രക്രിയ താഴത്തെ വശത്തോട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് പെർപെൻഡിക്കുലറായി വരച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രക്രിയ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിന്റെ ഇൻ സെന്റർ കണ്ടുപിടിക്കുന്നത് എന്നും അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഇൻ സർക്കിൾ അന്തർവൃത്തം വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ, വിശ്വസിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. എന്നാൽ നമുക്ക് അടുത്ത ആശയത്തിലേക്ക് കടന്നാലോ. എന്താണ് അടുത്ത ആശയം? വൃത്തത്തിലെ 4 ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേർന്നുണ്ടാകുന്ന ചതുർഭുജത്തിന്റെ എതിർവശങ്ങളുടെ തുകകൾ തുല്യമാണ്. അങ്ങനെ കേൾക്കുമ്പോൾ ലേശം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വൃത്തത്തില്, ഒരു സർക്കിളില് 4 പോയിന്റുകളിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റുകള് ചേർന്നുണ്ടാകുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡുകളുടെ സമ്മ് ഈക്വൽ ആണ് എന്നർത്ഥം. ഒന്ന് നോക്കിയാലോ നമുക്കൊന്ന്. അപ്പൊ അതിനെന്ത് വേണം? ഒരു വൃത്തം വേണം. ആ വൃത്തത്തിലെ 4 പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തണം. ആ 4 പോയിന്റുകളിലൂടെയും പാസ് ചെയ്യുന്ന മട്ടിൽ നമുക്ക് 4 ടാൻജന്റുകൾ വരയ്ക്കേണ്ടതുണ്ട്. ആ 4 ടാൻജന്റുകളും കൂട്ടിമുട്ടുമ്പോൾ കിട്ടുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം നമുക്ക് വേണ്ടതുണ്ട്. ശരി, ഞാൻ ABCD എന്ന് പറയുന്ന 4 പോയിന്റുകൾ സർക്കിളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സെന്റർ O ആയിട്ടുള്ള സർക്കിളാണ്. എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും ഡിയിലൂടെയും പാസ് ചെയ്യുന്ന 4 ടാൻജന്റുകൾ വരച്ചിട്ടുണ്ട്. ഡോട്ടൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാം 4 അവ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇവിടെ PQRS എന്ന് പറയുന്ന 4 പോയിന്റുകളിൽ അത് കൂട്ടിമുട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് PQRS എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചിത്രത്തിൽ ഒരു ക്വാഡ്രിലാറ്ററൽ വന്നിരിക്കുന്നത് കണ്ടോ. എനിക്ക് എന്താ വേണ്ടത്? ഈ PQ എന്ന് പറയുന്ന നീളവും SR എന്ന് പറയുന്ന RS എന്ന് പറയുന്ന നീളവും കൂട്ടിയാൽ കിട്ടുന്നത് ഈ PS എന്ന് പറയുന്ന നീളവും QR എന്ന് പറയുന്ന നീളവും കൂട്ടിയാൽ കിട്ടുന്നതിനോട് ഈക്വൽ ആണെന്ന് കിട്ടണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് തുടങ്ങാലോ. നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട് ഈ 2 ടാൻജന്റുകൾ PA PD രണ്ടും തുല്യ നീളമാണെന്ന് പഠിച്ചിട്ടുണ്ട്. രണ്ടും ഞാൻ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. PA എത്ര നീളമാണ്, PD എത്രയാണെന്ന്. അതുപോലെ തന്നെ ഈ നീല കളറിൽ കാണുന്ന 2 ടാൻജന്റുകൾ, വൃത്തത്തിലേക്കുള്ള 2 ടാൻജന്റുകൾ ഒരേ നീളമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ബ്ലാക്ക് കളറിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ സർക്കിളിന്റെ 2 ടാൻജന്റുകൾ, ആറിൽ നിന്നുള്ള 2 ടാൻജന്റുകൾ, തൊടുവരകൾ ഒരേ നീളമാണ്. അതുപോലെ തന്നെ ഇനി എസിൽ നിന്നുള്ള എസിൽ നിന്ന് സിയിലേക്കും എസിൽ നിന്ന് ഡിയിലേക്കുള്ള 2 ടാൻജന്റുകളും ഒരേ നീളമാണ്. നമുക്കൊന്നുകൂടി നോക്കാം. ഇതവിടെ 2 ചുവന്ന കളറിലുള്ള 2 ടാൻജന്റുകൾ പിയിൽ നിന്ന് 2 ഈക്വൽ ആണ്. ക്യൂവിൽ നിന്ന് 2 നീല കളറിലുള്ള 2 ടാൻജന്റുകൾ, തൊടുവരകൾ 2 തുല്യമാണ്. ഇത് ആറിൽ നിന്ന് 2 ബ്ലാക്ക് കളറിലുള്ള 2 ടാൻജന്റുകൾ 2 തുല്യമാണ്. 3.08 വീതം അല്ലെ. അതുപോലെ തന്നെ അവിടെ മഞ്ഞ കളറിലുള്ള SC എന്ന് പറയുന്ന നീളവും SD എന്ന് പറയുന്ന നീളവും 2 ടാൻജന്റുകളാണ്, തുല്യമാണ്. 2.93 വീതം. ഇനി നമുക്കിത് കൂട്ടി നോക്കാവുന്നതേ ഉള്ളൂ. PQ എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ ചുവന്ന കളർ കൂട്ടണം ഈ നീല കളർ, അഥവാ 2.42 കൂട്ടണം 3.71. ഓർത്തു വെച്ചോളൂ, 2.42 കൂട്ടണം 3.71. അതുപോലെ തന്നെ SR എന്ന് പറയുന്ന നീളം ഈ SC എന്ന് പറയുന്ന ഈ മഞ്ഞ നീളവും ആ CR എന്ന് പറയുന്നത് ഈ കറുത്ത നീളവും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ്. അഥവാ 2.93 കൂട്ടണം 3.08. അഥവാ ഈ RS എന്ന് പറയുന്ന ഈ ഒരു വശവും PQ എന്ന് പറയുന്ന ഈ വശവും കൂട്ടുമ്പോൾ കിട്ടുന്ന ആകെ നീളം എന്ന് പറയുന്നത് 2.42 കൂട്ടണം 3.71 കൂട്ടണം 3.08 കൂട്ടണം 2.93 എന്നാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത 2 എതിർവശങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഈ 2 എതിർവശങ്ങളും കൂട്ടുമ്പോൾ, അഥവാ PS എന്ന് പറയുന്ന നീളവും QR എന്ന് പറയുന്ന വശവും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കിക്കേ. ഈ മഞ്ഞ 2.93 അല്ലെ, 2.93 എവിടെയും വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഈ ചുവന്ന നീളം 2.42 അല്ലെ,
അതുപോലെ തന്നെ ദാ ഇവിടെ 3.08 ക്യൂബി 3.71. ദാ ഞാനിവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. പി ക്യൂ പ്ലസ് എസ് ആർ എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾ നേരത്തെ കണ്ടു. ഞാനതൊന്ന് മാറ്റി നോക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ആ ഒരു സൈഡ് ഒന്ന് മാറ്റിയൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. ദാ പി ക്യൂ പ്ലസ് എസ് ആർ എന്ന് പറയുന്നത് 6.13 കൂട്ടണം 6.01. കണ്ടോ എവിടെയാണ് പി ക്യൂ? ദാ ഈ പി ക്യൂ എന്ന് പറയുന്ന നീളം 2.42 3.71 കൂട്ടിയിട്ടുള്ള 6.13 കൂട്ടണം ദാ ഇവിടുത്തെ 2.93 3.08 കൂട്ടിയിട്ടുള്ള 6.01. ഇതെല്ലാം കൂടി കൂട്ടുമ്പോ പി ക്യൂ പ്ലസ് എസ് ആർ 12.14 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ അടുത്ത രണ്ട് എതിർവശങ്ങൾ നോക്കിക്കേ. ക്യു ആർ പ്ലസ് പി എസ് അത് 6.78. എവിടെ ക്യു ആർ വരുന്നത്? ഇതാ ഇവിടെ ക്യു ആർ 3.71 3.08 കൂടി കൂട്ടുമ്പോഴുള്ള 6.78. അതിന് പുറമെ ഈ രണ്ട് വശങ്ങൾ 2.93 2.42 കൂടി കൂട്ടുമ്പോഴുള്ള 5.35. അവ രണ്ടും കൂടി കൂട്ടുമ്പോഴുള്ള ടോട്ടൽ ലെങ്ത് എത്രയാ? 12.14 അല്ലെ? ഇനി നമുക്കിവ വീണ്ടും വശങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും പരിശോധിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അല്ലെ? ഇതാ നിങ്ങളൊന്ന് കാണുന്നുണ്ടായിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ. ആ വശങ്ങൾ അല്ലെങ്കിൽ ആ ബിന്ദുക്കൾ മാറ്റുന്നതിനനുസരിച്ചിട്ട് ആ തുകയ്ക്ക് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ആ തുക അല്ലെ എതിർവശങ്ങളുടെ തുക തുല്യമായി തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ ആശയം വ്യക്തല്ലേ? എന്ത്? ഒരു വൃത്തത്തിന്റെ 4 ബിന്ദുക്കളിലൂടെ വരയ്ക്കുന്ന തൊടുവരകൾ ചേർന്നുണ്ടാകുന്ന ആ ക്വാഡ്രിലാറ്ററൽ ആ ചതുർഭുജം അതിന്റെ എതിർവശങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സമ്മ് തുല്യമാണ് എന്നുള്ളത്. വേണമെങ്കിൽ എനിക്ക് ഈ സൈഡിനെ എ എന്ന് പേര് കൊടുക്കാം, ഈ ഒരു സൈഡിനെ ബി എന്ന് പേര് കൊടുക്കാം, ഈ സൈഡിനെ സി എന്നും ഇതിനെ ഡി എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ എ പ്ലസ് സി ഈക്വൽ ടു ബി പ്ലസ് ഡി എന്ന് വേണമെങ്കിൽ ചുരുക്കി നമുക്ക് എഴുതാം. എന്താണ്? എ പ്ലസ് സി ഈക്വൽ ടു ബി പ്ലസ് ഡി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ ചുരുക്കി സൂചിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആശയമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ അല്ലേ? ശരി, ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് വീണ്ടും കാണാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇനി തൊടുവരയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രാധാന്യമുള്ള അടുത്തൊരാശയമാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. എന്താണ്? നിങ്ങൾ വളരെ സിമ്പിൾ ആയി കേട്ടിരിക്കുന്ന പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന ആ ആശയം. ഇതേ ആശയം നിങ്ങൾ ഞാണുകള് വൃത്തത്തിൽ വരച്ച സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? രണ്ട് ഞാണുകൾ വൃത്തത്തിന്റെ ഉള്ളിൽ കൂട്ടിമുട്ടിയ സമയത്തും നിങ്ങൾ ഇതേ ആശയം കണ്ടിട്ടുണ്ട്. എങ്ങനെ കൂട്ടിമുട്ടിയ സമയത്ത്? പരസ്പരം ലംബങ്ങളായി പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ഞാണുകൾ കൂട്ടിമുട്ടിയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതേ ആശയം അല്ലെ? ഇവിടെ നമ്മൾ തൊടുവരയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആശയം വിവരിക്കാൻ പോകുന്നത്. അഥവാ ഒരു വൃത്തത്തിനെ മുറിക്കുന്ന വര, ഒരു കോടെന്ന് പറയാൻ പറ്റില്ല, ആ കോഡ് പുറത്തേക്ക് നീട്ടി വരച്ചിരിക്കുന്നത്. അതായത് ഒരു വൃത്തത്തില് രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു വര, വൃത്തത്തിനെ മുറിക്കുന്ന വര, നമുക്കതിനെ വേണമെങ്കിൽ മുറിവര എന്നൊക്കെ പറയാം. വൃത്തത്തിന്റെ പുറത്തുള്ള ഭാഗത്തിന്റെയും, അതായത് പുറത്തുള്ള വര, അതായത് തൊടുവര, അതിനെ നമുക്ക് തൊടുവര എന്ന് പറയാം. അതിന്റെ ഗുണനഫലം ആ തൊടുവരയുടെ വർഗത്തിന് തുല്യമാണ് എന്നർത്ഥം. ഇതാണ് നമുക്ക് കാണേണ്ട ആശയം. റെഡിയല്ലേ? അപ്പൊ നമുക്ക് ആ ആശയത്തിലേക്ക് പോവാം. ആശയത്തിന് എന്തെല്ലാം വേണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്തെല്ലാം വേണം? വൃത്തം വേണം, ആ വൃത്തത്തില് ഒരു ഞാൻ വേണം, ഒരു കോഡ് വേണം അല്ലെ? അതൊന്ന് പുറത്തേക്ക് നീട്ടി വരയ്ക്കണം. ആ നീട്ടി വരയ്ക്കുന്ന ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് നമുക്കൊരു തൊടുവര വരയ്ക്കേണ്ടതുണ്ട് അല്ലെ? എന്നിട്ട് അവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പൊ ഞാൻ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തില് എ ബി എന്ന് പറയുന്ന ഒരു ഞാണ് പുറത്ത് ഒരു പി എന്ന് പറയുന്ന ഒരു ബിന്ദുവിലേക്ക് ഞാൻ ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ആ പിയിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ഒരു തൊടുവര വരയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വൃത്തത്തിലെ പുറമെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് തൊടുവര വരയ്ക്കുക എന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഞാൻ ആ ആശയത്തിലേക്ക് കടക്കുന്നില്ല. ഞാനിപ്പോ അവിടെ ഒരു തൊടുവര വരച്ചിട്ടുണ്ട്. സി എന്ന് പറയുന്ന ബിന്ദുവില് സ്പർശിക്കുന്ന മട്ടില്, തൊടുന്ന മട്ടില്. എനിക്ക് തെളിയിക്കേണ്ടത് പി എ ഇൻറ്റു പി ബി, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇതും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് പി സി ഇൻറ്റു പി സിക്ക് പി സി സ്ക്വയറിന് തുല്യമായിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ മുറിവര, ഇതാണ് നമ്മുടെ തൊടുവര അല്ലെ? അപ്പൊ ആ മുറിവരയുടെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് തൊടുവരയുടെ വർഗത്തിന് തുല്യമാണ്.
അതിനുവേണ്ടി ഞാനിവിടെ ഇതാ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക്, ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നെ അല്ലെ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, കാരണം ഇവിടെ 90 ഡിഗ്രിയാണ്. നിങ്ങളുടെ മുന്നിൽ ഞാൻ അടയാളപ്പെടുത്തി കാണിച്ചു തന്നിട്ടുണ്ട്, ഒരു റൈറ്റ് ട്രയാങ്കിൾ അടയാളപ്പെടുത്തി കാണിച്ചു തന്നിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ ത്രികോണമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ആശയം ഒന്ന് വ്യക്തമാക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആ ചിത്രത്തിലുള്ള റൈറ്റ് ട്രയാങ്കിള് കൃത്യമായിട്ട് കാണുന്നുണ്ടായിരിക്കാം. അവിടെ ഞാൻ ആ സിയിൽ നിന്ന് ഇതാ എയിലേക്ക് ഇതാ ഒരു ഞാണ് കൂടി വരയ്ക്കുകയാണ്. എ സി എന്ന് പറയുന്ന ഒരു ഞാണ് കൂടി ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. റെഡിയല്ലേ? എ സി എന്ന് പറയുന്ന ഒരു ഞാണ് കൂടി ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ആ ചിത്രം ഒന്നുകൂടി നോക്കാം. ഇവിടെ ഉള്ള ആദ്യം വരച്ചിരിക്കുന്ന ഈ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലെ, റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാ ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന പി എ സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. പി എ സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിള്, ആ പി എ സി റൈറ്റ് ട്രയാങ്കിൾ ആണ്. എന്തുകൊണ്ടാണ് റൈറ്റ് ട്രയാങ്കിൾ ആയത്? നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതാ ഇവിടെ ഞാൻ എ സി എന്ന് പറയുന്ന ഈ വര വരയ്ക്കുമ്പോ ഈ ത്രികോണം എന്തായി? അർദ്ധവൃത്തത്തിലെ കോണായി മാറി. അർദ്ധവൃത്തത്തിലെ കോണം എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന പി എ സി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി തന്നെയാണ് അല്ലെ? അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് കളറിലുള്ള ഈ ട്രയാങ്കിളും ഈ ബ്ലൂ കളറിലുള്ള ഈ ട്രയാങ്കിളും എങ്ങനെയാണ്? സിമിലർ ആണ്. സിമിലർ ആണ് അല്ലെ? എന്തുകൊണ്ടാണ് സിമിലർ ആയത്? അതിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, പരസ്പരം ഈക്വൽ ആണ്. കാരണം ഈ പി എന്ന് പറയുന്ന ആംഗിൾ രണ്ടിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ എ എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ആംഗിൾ ടോട്ടൽ 90 ഡിഗ്രിയാണ്. അപ്പൊ ഞാനായി കാണിക്കുന്ന ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ആണ്. അങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അവയുടെ സൈഡുകളുടെ റേഷ്യോ നമുക്ക് എഴുതാം. ആദ്യത്തെ പി സി ഡിവൈഡഡ് ബൈ പി ബി, അതായത് ഞാൻ ആദ്യം കാണിച്ച വലിയ ബ്ലാക്ക് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകള് പി സി ഡിവൈഡഡ് ബൈ പി ബി എന്ന് പറയുന്നത്, പിന്നെ ഞാൻ കാണിച്ച ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ പി എ ഡിവൈഡഡ് ബൈ പി സി എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണ്, അഥവാ റേഷ്യോക്ക് ഈക്വൽ ആണ് എന്നർത്ഥം. അപ്പൊ പി സി ഡിവൈഡഡ് ബൈ പി ബി ഞാൻ ആദ്യം എടുത്ത റൈറ്റ് ട്രയാങ്കിളിന്റെ, വലിയ റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളുടെ റേഷ്യോ ആണ്. പി എ ഡിവൈഡഡ് ബൈ പി സി എന്ന് പറയുന്നത് ഇപ്പൊ കാണിച്ചിരിക്കുന്ന നീല ബ്ലൂ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ, റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ ആണ്. സൈഡുകളുടെ റേഷ്യോ എടുക്കുമ്പോൾ കോണുകളുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഞാനിവിടെ പി സി എന്ന് പറയുന്ന വശം ആദ്യം എടുത്തത് ബി എന്ന് പറയുന്ന ആംഗിളിനെതിരായിട്ടാണ്, ബി എന്ന് പറയുന്ന ആംഗിളിനെതിരായിട്ടാണ്. ഓക്കെ, പി സി എന്ന് പറയുന്ന ഈ സൈഡ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പി ബി എന്ന് പറയുന്ന സൈഡ് എടുത്തിരിക്കുന്നത് ഈ ഒരു സി എന്ന് പറയുന്ന 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ്. കണ്ട, അതുകൊണ്ട് തന്നെയാണ് ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ പി സി എന്ന് വന്നത് ഈ ചെറിയ ത്രികോണത്തിലും. കണ്ട, അപ്പൊ ഇനി ഈ രണ്ട് റേഷ്യോയും തമ്മിൽ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? എന്ത് കിട്ടും? പി സി ഇൻറ്റു പി സി ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി, അഥവാ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ആശയത്തിലേക്ക് കിട്ടും. ഈ ആശയം എങ്ങനെ തെളിയിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും എന്താണ് ആശയത്തിന്റെ ആ ഒരു പ്രത്യേകത എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. പി എന്ന് പറയുന്ന പുറമേ ഉള്ളൊരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു വര വരയ്ക്കുമ്പോൾ അത് വൃത്തത്തിനെ രണ്ട് ബിന്ദുക്കളിൽ എയിലും ബിയിലും കൂട്ടിമുട്ടുന്നു, ഗണ്ണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്ന നീളം പിയിൽ നിന്ന് വരയ്ക്കുന്ന തൊടുവരയുടെ വർഗത്തിന് തുല്യമാണ് എന്നർത്ഥം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഇനി ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ്. എന്താണ് വളരെ പ്രധാനപ്പെട്ടുള്ള ആശയം? നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഒരു ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം, ഇൻ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, ഇൻ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ പരപ്പളവിനെ, ട്രയാങ്കിളിന്റെ ഏരിയയെ, പരപ്പളവ് ഏരിയയെ ചുറ്റളവിന്റെ പകുതി കൊണ്ട്, പെരിമീറ്ററിന്റെ പകുതി കൊണ്ട് ഹരിച്ചതിന് തുല്യമാണ് എന്നർത്ഥം. ട്രയാങ്കിളിന്റെ പരപ്പളവിനെ ട്രയാങ്കിളിന്റെ തന്നെ ചുറ്റളവിന്റെ പകുതി കൊണ്ട്, പെരിമീറ്ററിന്റെ പകുതി കൊണ്ട്, ഹാഫ് ഓഫ് പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് തുല്യമാണ് എന്നർത്ഥം. ഇതാണ് നമുക്ക് ഇന്ന് കാണേണ്ട വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാശയം എന്ന് പറയുന്നത്. ശരി, നമുക്ക് ആ പ്രധാനപ്പെട്ടുള്ള ആശയത്തിലേക്ക് ഒന്ന് പോകാം. അപ്പൊ നമുക്ക് എന്തെല്ലാം വേണം? ഒരു ട്രയാങ്കിൾ വേണം, ആ ട്രയാങ്കിളിന്റെ ഒരു ഇൻസർക്കിൾ വേണം, അന്തർവൃത്തം വേണം, അതിന്റെ ആരം അടയാളപ്പെടുത്തണം, ആ ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം. ശരി, ഞാൻ അവിടെ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ മുന്നിൽ വരച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇൻസർക്കിൾ, അന്തർവൃത്തം ഞാൻ വരച്ചിട്ടുണ്ട്, ഓ കേന്ദ്രമാക്കിക്കൊണ്ട്. റെഡിയല്ലേ? ഇനി ആ ഇൻസർക്കിള് നമ്മുടെ ട്രയാങ്കിളിന്റെ സൈഡുകളെ സ്പർശിക്കുന്ന, ടച്ച് ചെയ്യുന്ന പി ക്യു ആർ എന്ന് പറയുന്ന
മൂന്ന് പോയിന്റുകൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സർക്കിള് നമുക്ക് ആ ട്രയാങ്കിളിന്റെ വലുപ്പമൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ആ പി ക്യു ആർ എന്ന് പറയുന്ന പോയിന്റുകൾക്ക് വരുന്ന വ്യത്യാസമൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആ പിയിലേക്കും ക്യൂയിലേക്കും ആറിലേക്കും ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആ റേഡിയസുകള് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. റേഡിയസുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഓയിൽ നിന്നുള്ള റേഡിയസുകള് പിയിലേക്കും ക്യൂയിലേക്കും ആറിലേക്കും ഞാൻ വരച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 90 ഡിഗ്രി ആണെന്നുള്ളത് അറിയാലോ. ശരി, അവിടെ ആ പി എന്ന് പറയുന്ന നീളവും എ ആർ എന്ന് പറയുന്ന നീളവും തുല്യമാണെന്ന് നിങ്ങൾക്കറിയാം. രണ്ടും തൊടുവരകളാണ്, ടാൻജന്റുകളാണ്. അപ്പൊ പി എ ഈക്വൽ ടു ആർ എ ആണ്. അതുപോലെ തന്നെ പി ബി ഈക്വൽ ടു ക്യൂ ബി ആണ്. അതുപോലെ തന്നെ സി ആർ ഈക്വൽ ടു സി ക്യൂ ആണ്. അല്ലെ, ഇതെല്ലാം നിങ്ങൾക്കറിയാം. പി എ ഈക്വൽ ടു എത്രയാ? ആർ എ. അതുപോലെ തന്നെ അടുത്ത ഏതാണ് ഞാൻ പറയുന്നത്? ഞാൻ അതിന് രണ്ടിനും എക്സ് എന്ന് വിചാരിച്ചു. പി എക്കും അതേപോലെ തന്നെ എ ആറിനും ഞാൻ എക്സ് എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ബിയിൽ നിന്ന് പി വരേക്കുള്ള പി ബിയും ക്യൂ ബിയും രണ്ട് തുല്യമാണ്. രണ്ടും ഞാൻ വൈ എന്ന് വിചാരിക്കുകയാണ്, വൈ. അതുപോലെ തന്നെ സി ആറും സി ക്യൂ രണ്ടും ഞാൻ സെഡ് എന്ന് വിചാരിക്കുകയാണ്, സെഡ് എന്ന് കരുതുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ എന്താണ് വരിക? എക്സ് പ്ലസ് വൈ പ്ലസ് അല്ലെ, സെഡ് പ്ലസ് വീണ്ടും ഒരു എക്സ് പ്ലസ് വീണ്ടും ഒരു വൈ പ്ലസ് വീണ്ടും ഒരു സെഡ് അല്ലെ, 2x പ്ലസ് 2y പ്ലസ് 2z എന്നാണ് നമുക്ക് ഇതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് വരിക. അഥവാ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി അല്ലെ, എക്സ് പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് എക്സ് പ്ലസ് സെഡ്. എല്ലാത്തിലും 2x-ഉം 2y-യും 2z-ഉം വരുന്നുണ്ട് അല്ലെ, ശരിയല്ലേ? അപ്പൊ നമുക്ക് എക്സും വൈയും കൂട്ടിയാ കിട്ടുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ സെഡും അല്ലെ. അപ്പോ എല്ലാം 2x പ്ലസ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, എക്സ് പ്ലസ് വൈ പ്ലസ് അടുത്ത ബി സി എന്ന് പറയുന്നത് വൈ പ്ലസ് സെഡ് പ്ലസ് അടുത്ത എ സി എന്ന് പറയുന്നത് സെഡ് പ്ലസ് എക്സ്. ഇവിടെ ഒരു എക്സും എക്സും രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വൈയും വൈയും, 2 വൈ വന്നിട്ടുണ്ട്, 2 സെഡും അല്ലെ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x പ്ലസ് 2y പ്ലസ് 2z ആയിരിക്കും എന്നർത്ഥം. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആയിരിക്കും. പെരിമീറ്ററിന്റെ പകുതി, ചുറ്റളവിന്റെ പകുതി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആയിരിക്കും അല്ലെ. ഞാനത് അവിടെ എഴുതിയിട്ടുണ്ട്, പെരിമീറ്ററിന്റെ പകുതി. അത് ഞാൻ എസ് എന്ന് പേര് കൊടുത്തു കേട്ടോ. ആ പെരിമീറ്ററിന്റെ പകുതിക്ക് ഞാൻ എസ് എന്ന് പേര് കൊടുത്തു. നമ്മള് പെരിമീറ്ററിന്റെ പകുതിക്ക് എസ് എന്നല്ലേ പേര് കൊടുക്കാറുള്ളത്? അതെ, എസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് ഞാൻ അവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഈ പിന്നെ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് എനിക്ക് വേണ്ടത് അല്ലെ. ട്രയാങ്കിളിന്റെ ഏരിയ ആണ് എനിക്ക് വേണ്ടത്. ശരി, നമുക്ക് ആ ട്രയാങ്കിളിന്റെ ഏരിയ ഒന്ന് കാണാം. അതിനുവേണ്ടി എ ബി എന്ന് പറയുന്ന സൈഡിനെ ഞാൻ ടോട്ടലായിട്ട് എ എന്ന് വിചാരിച്ചു. എ ബി എന്ന് പറയുന്ന ആ വശത്തിനെ ടോട്ടലായിട്ട് ഞാൻ എ എന്ന് കരുതിയിട്ടുണ്ട് എന്നർത്ഥം. അത് നിങ്ങൾക്ക് അവിടെ കാണാം. ഇനി അത് വെച്ചുകൊണ്ട് നമുക്ക് ആ ട്രയാങ്കിളിന്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ ഈ ഒരു അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. 3 ട്രയാങ്കിൾസ് ആയിട്ട് അതിനെ മുറിച്ചിട്ടാണ് അല്ലെ. 3 ട്രയാങ്കിൾസ് ആയിട്ട് അതിനെ മുറിച്ചിട്ടാണ് ഈ ട്രയാങ്കിളിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ എ ബി എന്ന് പറയുന്ന വശത്തിന് എ എന്ന് വിചാരിച്ചു, ബി സി എ ബി എന്ന് വിചാരിച്ചു, അതേപോലെ തന്നെ എ സി എ സി എന്ന് വിചാരിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ചുവന്ന കളറിലുള്ള ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ? അതിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, അഥവാ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ആർ എന്നർത്ഥം അല്ലെ. ആ ചുവന്ന എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് എ ആർ എന്നർത്ഥം. ഹാഫ് ഇൻറ്റു ആ ട്രയാങ്കിളിന്റെ ബേസ് എ ഇൻറ്റു ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആർ. ശരിയല്ലേ? അപ്പൊ ആ ചുവന്ന ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അര എ ആർ, ഹാഫ് എ ആർ. അതുപോലെ അത് അടുത്തൊരു പച്ച ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. പച്ച ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. ആ പച്ച ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതുപോലെ തന്നെ സിമിലർലി ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ബി ആർ, ഹാഫ് ബി ആർ അല്ലെ, അര ബി ആർ എന്ന് കിട്ടും. റെഡി അല്ലേ? യെസ്. ഇനി അടുത്തൊരു ട്രയാങ്കിൾ അതിന്റെ താഴത്തുണ്ട് അല്ലെ. മറ്റൊരു കളറിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഹാഫ് സി ആർ, അര സി ആർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയുടെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് വരിക? ട്രയാങ്കിൾ എ ബി സിയുടെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നതല്ലേ അല്ലെ. ഈ ട്രയാങ്കിൾസിന്റെ എല്ലാം കൂടി ഏരിയ കൂട്ടിയാൽ കിട്ടുന്നതല്ലേ. അപ്പൊ ഹാഫ് എ ആറും ഹാഫ് ബി ആറും ഹാഫ് സി ആറും കൂടി കൂട്ടിയാൽ കിട്ടുന്നതല്ലേ? യെസ്, അതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ്. സോ
ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് എ ആർ പ്ലസ് ഹാഫ് ബി ആർ പ്ലസ് ഹാഫ് സി ആർ എന്നർത്ഥം അല്ലെ? യെസ്. അതിലെല്ലാം കോമൺ ആയിട്ടൊരു ഹാഫ് ഉണ്ട്, ആർ ഉണ്ട്. അത് നമുക്ക് പുറമേക്ക് എടുക്കുകയാണെങ്കിൽ ഹാഫ് ആർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടും. ഹാഫ് ആർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് നമുക്ക് കിട്ടും. റെഡി അല്ലേ? യെസ്. അപ്പോ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ നമുക്ക് കിട്ടി ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു എ പ്ലസ് ബി. എന്താണ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത്? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? ഈ വശങ്ങളെല്ലാം കൂട്ടിയാൽ കിട്ടുന്നതാണ് അല്ലെ? വശങ്ങളെല്ലാം കൂട്ടിയാൽ കിട്ടുന്നതിന് നമ്മൾ എന്തായിരുന്നു പേര് പറഞ്ഞത്? 2s എന്നായിരുന്നു. കാരണം വശങ്ങളുടെ എല്ലാം പകുതികൾ കൂട്ടിയാലാണ് എസ് ആയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് 2s ആണ്. അപ്പൊ ആ എ പ്ലസ് ബി പ്ലസ് സിക്ക് പകരം എനിക്ക് 2s എന്ന് അവിടെ ചേർത്ത് കൊടുക്കാം. ആ മോളിലുള്ള 2ഉം താഴത്തെ അരയുടെ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ? അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാണെങ്കിൽ അത് എസ് ആർ എന്ന് മാത്രമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് റേഡിയസ് കാണാൻ വേണ്ടി ആ റേഡിയസ് മാത്രം ഞാൻ അവിടെ നിർത്തുകയാണെങ്കിൽ റേഡിയസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതിന് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എസ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പെരിമീറ്ററിന്റെ പകുതിയാണ് എന്നർത്ഥം അല്ലെ? പെരിമീറ്ററിന്റെ പകുതിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ആശയമാണ്. ആർ ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ്. എ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്, എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതിയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ധാരാളം കണക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരും. റെഡിയല്ലേ? ശരി. നമുക്ക് നേരത്തെ പഠിച്ച പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട്, തൊടുവരയുടെ ആശയം ഉപയോഗിച്ചുകൊണ്ട് ഒരു ചതുരത്തിന്റെ തുല്യ പരപ്പളവുള്ള സമചതുരം എങ്ങനെ വരയ്ക്കാം? എ സ്ക്വയർ ഹാവിംഗ് ഈക്വൽ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നൊന്ന് നോക്കാം. ഇപ്പൊ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന ആശയം തന്നെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ആ ആശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു റെക്ടാംഗിളിന്റെ സെയിം ഏരിയയുള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ച ആശയം നമുക്കിന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ആശയം. അങ്ങനെയാണെങ്കിൽ ഈ പി എയും പി ബിയും ഓരോ സൈഡുകളായി വരുന്ന ഒരു റെക്ടാംഗിൾ വരച്ചു കഴിഞ്ഞാൽ ആ റെക്ടാംഗിളിന്റെ ഏരിയ അഥവാ പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി സി എന്ന് പറയുന്ന ഒരു സൈഡായി വരുന്ന ഒരു സ്ക്വയറിന്റെ ഏരിയക്ക് ഈക്വൽ ആവുന്നു എന്നല്ലേ ഈ ആശയത്തിന്റെ അർത്ഥം അല്ലെ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ പി എയും പി ബിയും ഓരോ വശങ്ങളായിട്ട് വരുന്ന റെക്ടാംഗിളിന്റെ ഏരിയ പി സി വശമായിട്ട് വരുന്ന ഒരു സ്ക്വയറിന്റെ ഏരിയക്ക് ഈക്വൽ ആവുന്നു എന്നാണ് ഈ ആശയത്തിന്റെ അർത്ഥം. ശരി, ഞാനിവിടെ പി ബി എന്ന് പറയുന്ന ഒരു വര വരച്ചിട്ടുണ്ട് 6 സെന്റിമീറ്റർ നീളത്തില്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആ 6 സെന്റിമീറ്ററിന്റെ മധ്യബിന്ദു അടയാളപ്പെടുത്തിക്കൊണ്ട് പിയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സെമി സർക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്, ഒരു അർദ്ധവൃത്തം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് ഒരു 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഞാൻ വരച്ചിരിക്കുന്നു. പി സി എന്ന് പറയുന്ന ഒരു ഞാൻ വരച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക ഈ കൺസ്ട്രക്ഷൻസ് എല്ലാം. ഓക്കെ, ആ സിയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ യോജിപ്പിച്ചുകൊണ്ട് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പി സി ബി എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഹൈപ്പോട്ടനസ് ആയിട്ടാണ് ഇപ്പൊ ഈ 6 സെന്റിമീറ്റർ വന്നിരിക്കുന്നത്. അഥവാ സെമി സർക്കിളിന്റെ ആ റേഡിയസ് എന്ന് പറയാ, റേഡിയസ് അല്ല, നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന സി ബി എന്ന് പറയുന്ന സൈഡിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ എമ്മിലൂടെ പാസ് ചെയ്യുന്ന മട്ടിൽ ഞാൻ വരച്ചിട്ടുണ്ട്. എമ്മിലൂടെ പാസ് ചെയ്യുന്ന മട്ടില്. ഓക്കെ, അടുത്ത വർക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇനി ഞാൻ ആ സി ബിയിലൂടെ പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സിയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യുന്ന മട്ടിലെ എം സെന്റർ ആക്കിക്കൊണ്ട് ഞാൻ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. റെഡിയല്ലേ? പറയുന്നതെല്ലാം ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം. എമ്മിലൂടെ സിയിലൂടെയും ബിയിലൂടെയും എം സെന്റർ ആക്കിക്കൊണ്ട് സിയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിള് ഞാൻ വരച്ചിട്ടുണ്ട്. അത് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത് കേട്ടോ, കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇവിടെ എന്ത് സംഭവിച്ചു? ദാ ഈ പി എ എന്ന് പറയുന്ന ഈ നീളവും പി ബി എന്ന് പറയുന്ന ഈ നീളവും ഇപ്പോ എ ബി എന്ന് പറയുന്ന ഈ വൃത്തത്തിന്റെ ഒരു ഈ വൈറ്റ് വെള്ള കളറിലുള്ള ഈ വൃത്തത്തിന്റെ ഒരു ഞാണായിട്ട് മാറിയില്ലേ? ഒരു ഞാണായിട്ട് മാറിയില്ലേ ഇത്? അല്ലെ? ആ ഞാണ് പുറത്തേക്ക് നീട്ടി വരച്ചല്ലേ പിയിലേക്ക്. ഇപ്പൊ സത്യത്തിൽ ഈ ചിത്രം നോക്കി അറിയില്ലേ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ തന്നെയല്ലേ?
അല്ലെ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താണ്? പി സി സ്ക്വയർ ആണ്. ശരിയല്ലേ? ആണ്. അപ്പൊ നമുക്ക് അതായത് ഈ വെള്ള വൃത്തത്തിലേക്ക് നമ്മൾ പിയിൽ നിന്ന് വരച്ചിരിക്കുന്ന ഈ വരയാണത്. അത് എ ബി എന്ന് പറയുന്ന ഞാന് ആക്കി മാറ്റുന്നു, പി സി തൊടുവരയായിട്ട് മാറുന്നു. ശരി, ഞാൻ ഈ പിയിലൂടെ ഒരു ലംബ വര വരച്ചിരിക്കുകയാണ്. പിയിലൂടെ ഞാൻ ഒരു ലംബ വര വരച്ചിരിക്കുന്നു. എന്തിനാണ് ലംബ വരച്ചിരിക്കുന്നതെന്ന് അറിയോ? പി എ എന്ന് പറയുന്ന നീളം എനിക്ക് ഈ ലംബ വരയിൽ കൃത്യമായി അളന്ന് കിട്ടണം. അതിന് ഞാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക്, ഒരു ചാപം വരച്ച് ഈ ലംബ വര ഒന്നിങ്ങോട്ട് നീട്ടി വരച്ച് പി എ ഈക്വൽ ടു പി ക്യു ആവുന്ന മട്ടിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ആ നീല കളറിൽ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഞാൻ ബിയിലൂടെ ഒരു ലംബ വര വരച്ചിട്ടുണ്ട്. ബിയിലൂടെ അവിടെ ഞാൻ ഈ പി എ എന്ന് പറയുന്ന നീളം ബിയിൽ നിന്ന് ആറിലേക്ക് കൃത്യമായിട്ട് അളന്നെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. പി ക്യു എന്ന് പറയുന്ന വശവും ബി ആർ എന്ന് പറയുന്ന വശവും തുല്യമാണ്. രണ്ട് ഏതിന് തുല്യമാണ്? പി എക്ക് തുല്യമാണ് എന്നർത്ഥം. പി എക്ക് തുല്യമാണ് എന്നർത്ഥം. ക്ലിയർ അല്ലേ? എന്നിട്ട് ഞാനിത് അവിടെ അങ്ങനെ ഒരു എന്താ വരച്ചിരിക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ. അതിന് പുറമെ ഞാനിവിടെ എന്ത് വരച്ചിട്ടുണ്ട്? പി സി എന്ന് പറയുന്ന വശം, പി സി എന്ന് പറയുന്ന വശം വരത്തക്ക മട്ടില് ഞാൻ ഒരു സ്ക്വയർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയർ കണ്ട. ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 25ആണ്. 25ആണ് ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്, അല്ലെ? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര വരിക? പി എ ഇൻറ്റു പി ബി ആണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാ പി എ ഇൻറ്റു പി ബി ആണെന്ന് പറഞ്ഞത്? ഈ റെക്ടാങ്കിളിന്റെ ഈ വശം പി എക്ക് തുല്യല്ലേ, ഈ വശം പി ബിയും അല്ലേ ടോട്ടലായിട്ട്. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് പി എ ഇൻറ്റു പി ബിക്ക് തുല്യല്ലേ? പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് എത്രയാണ്? പി സി സ്ക്വയറിന് തുല്യമല്ലേ? അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ ഏരിയക്ക് തുല്യമായില്ലേ? നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, 225 ആയിട്ട് തന്നെയല്ലേ ഇവിടെ കാണുന്നത്. കണ്ടോ? ഏരിയ ഓഫ് ദ പോളിഗൺ ഫസ്റ്റ് 25, ഏരിയ ഓഫ് ഈ ഒരു പോളിഗൺ എന്ന് പറയുന്നതും എത്രയാണ്? 25. ഇപ്പൊ നോക്കാം, റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള ഒരു സ്ക്വയർ ആയിട്ട് മാറിയില്ലേ? ഇനി നമുക്ക് ആ സർക്കിളിന്റെ വലുപ്പമൊക്കെ മാറ്റി നോക്കാട്ടോ. എങ്ങനെ നോക്കിയിട്ടുണ്ടെച്ചാലും അത് സെയിം ആയിട്ടേ വരുള്ളൂ. കണ്ടോ? നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ആ ചിത്രമെല്ലാം മാറ്റി നോക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നമുക്ക് പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്ന അഥവാ പി സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റെക്റ്റാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരു സമചതുരം നമുക്ക് വരയ്ക്കാൻ പറ്റും എന്നർത്ഥം. ഈ ഒരു ആശയം വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരു റെക്റ്റാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള ഒരു സ്ക്വയറിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് ആശയങ്ങളാണ്. ഒന്ന് അന്തർവൃത്തത്തിന്റെ ഇൻ സർക്കിളിന്റെ നിർമ്മിതിയും അതുപോലെ തന്നെ പിന്നെ ഒരേ ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിളിന്റെയും സ്ക്വയറിന്റെയും കൺസ്ട്രക്ഷനും നിർമ്മാണവും. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഈ ഒരു ആശയം ഇവിടെ വെച്ചിട്ട് നിർത്താം, അല്ലെ? മറ്റൊരു രീതിയിൽ മറ്റൊരു ആശയവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ചർച്ച ആരംഭിക്കാം. റെഡിയല്ലേ എല്ലാവരും? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ശരി.